അവർ കാണിച്ച വിഷ്വലുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മീഡിയ കൊണ്ടും അതുപോലെയുള്ള എല്ലാ ചാനലുകളും ഇത് വലിയ ചർച്ചാ വിഷയമാക്കി എടുത്തിട്ടുണ്ട്. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. സാധാരണ ആക്സിഡന്റ് പോലെ കുഞ്ഞു കേസല്ലേ ഉള്ളൂ. ജാതി മതം നോക്കി ഒരു പരിപാടിയും ഇല്ല ഈരാറ്റുപേട്ടയിൽ. അവർക്കും ഇവിടുത്തെ ഈരാറ്റുപേട്ടയിലെ മൊത്തം മുസ്ലിംസിനെ വെറുതെ അങ്ങോട്ട് അടുപ്പിക്കാനുള്ള പരിപാടി കാണിക്കുന്നതില്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ കാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈരാറ്റുപേട്ടയിൽ ഒന്നും നടക്കില്ല. ഞാൻ മുസ്ലിമാണ്. ഞാൻ ഈ പള്ളിയുടെ വാതിക്കലാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. പള്ളിയാ. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഈരാറ്റുപേട്ട മാറി, മൊത്തം മാറിയിരിക്കും. പറയുന്നവർക്ക് വളരെ മോശക്കാരായതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഈരാറ്റുപേട്ട അങ്ങനെ മോശമായിട്ടൊന്നും നല്ല നാടാണ്. എല്ലാവർക്കും സഹായങ്ങളും ചെയ്യും, എല്ലാം ചെയ്യും. മതവും ഇതും കാര്യങ്ങളൊന്നും നോക്കുകയല്ല. ഇവിടെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും ചെയ്യാൻ സ്ഥലമാണ്. എന്നിട്ട് ഇവിടെ ഒരു വർഗീയത ഇല്ല ഇതുവരെ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇപ്പോൾ ഈരാറ്റുപേട്ടയിലാണ്. ഒരു കാറും ബൈക്കും തമ്മിലുണ്ടായ ഒരു ചെറിയൊരു ഉരസൽ, അതിനെ തുടർന്നുണ്ടായ ചില വാർത്തകളും ചില സോഷ്യൽ മീഡിയ പ്രസ്താവനകളും ഈരാറ്റുപേട്ടയെ മതവർഗീയതയുടെ കേന്ദ്രമാക്കി അടയാളപ്പെടുത്താൻ ചിലർക്ക് അവസരമൊരുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ട അങ്ങനെ ഒരു സ്ഥലമാണോ? അതാണ് ഇന്ന് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് അന്വേഷിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈരാറ്റുപേട്ടയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നെഗറ്റീവ് കമൻസാണ് ഏറ്റവും അധികം വരുന്നത്. അങ്ങനെ നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു സ്ഥലമല്ല ഈരാറ്റുപേട്ട. ഇതൊരു വർഗീയതയുടെ കേന്ദ്രം എന്ന നിലയിലാണ് പലരും പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ ആൾക്കാർ പറയുന്നതാണ്. പക്ഷെ അങ്ങനെ പുറത്തുള്ളവരാണോ അകത്തുള്ളവർ? അതായത് പുറത്തുള്ള ആൾക്കാർ. അകത്തുള്ളവർക്ക് ഒരു കാരണവശാലും പറയേണ്ടതില്ലല്ലോ. കാരണം ഞാൻ ഈ നാട്ടുകാരൻ, എനിക്ക് ഈ നാടിനെ കുറിച്ച് അപവാദം പറയേണ്ട കാര്യമില്ല. ഈരാറ്റുപേട്ടയെ കുറിച്ച് അങ്ങനെ ഒരു പറയേണ്ട ഒരു സ്ഥലമല്ല. കാരണം ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തൊരു കാര്യത്തിനും ടീം നന്മക്കൂട്ടം, ടീം എമർജൻസി, അങ്ങനെയുള്ള ടീമുകളുണ്ട്. ഈ ടീമുകളെല്ലാം ഏത് പാതിരാത്രിയാണെങ്കിലും ശരി, ഇനി ഏത് മഴയത്താണെങ്കിലും ഏത് വെയിലത്താണെങ്കിലും മനുഷ്യർക്ക്, പൊതുജനങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടോ എന്തൊരു അപകടം സംഭവിച്ചാലും ഓടിയെത്തുന്ന ആൾക്കാരാണ്. എവിടെയാണേലും എത്തും. എവിടെയാണേലും അറിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിലെത്തും. അതിനുവേണ്ടി അവരെ പ്രത്യേകം ആരെയും ക്ഷണിക്കുകയോ വിളിക്കുകയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഒരു അപകട സൂചന അറിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഓടിയെത്തുന്ന ആൾക്കാരാണ് ഈരാറ്റുപേട്ടക്കാർ. ഈരാറ്റുപേട്ടക്കാരെ കുറിച്ച് അങ്ങനെ ഒരു അപവാദം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ മുണ്ടക്കൈ ദുരന്തം, കൂട്ടിക്കൽ ദുരന്തമൊക്കെ ഞാനടക്കം അവിടെ, ഞാനൊരു ബസ് ഡ്രൈവറായിരുന്നു. ഞാനടക്കം കൂലിയില്ലാതെ 10 ദിവസം വരെ ബസ് ഓടിച്ച ആളാണ് ഞാൻ. ഇവിടെ നമ്മൾ ജാതി മതം ഒന്നും നോക്കുന്നില്ല. ഹിന്ദുസ്ഥരുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്. ജാതി മതം നോക്കി ഒരു പരിപാടിയും ഇല്ല ഈരാറ്റുപേട്ടയിൽ. നമുക്ക് മനുഷ്യരാണ് വലുത്. ഈ ഈരാറ്റുപേട്ടയെ കുറിച്ചുള്ളത് അങ്ങനെയുള്ള ഈ ഈരാറ്റുപേട്ടയെ കുറിച്ച് അങ്ങനെ ഒരു അപവാദം പറയാൻ പാടില്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈരാറ്റുപേട്ടയെ മതവർഗീയതയുടെ കേന്ദ്രം എന്ന നിലയിൽ ചിലർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുള്ള, അല്ല അങ്ങനെ നിലവിൽ അങ്ങനെ ഒരു സ്ഥലമാണോ? നേരത്തെ ഒന്നും അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഇല്ല. ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറേയൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അവരുടെയൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം എന്നുള്ളത് അതിന് പറയാനുള്ളൂ. അവരുടെ നേട്ടങ്ങൾക്കായി ജനങ്ങളെ ഇങ്ങനെ ഓരോ വർഗീയമായിട്ട് തിരിക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് ഒരു വിഭാഗത്തിലെ കുറേ ആൾക്കാരെ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതെ, അതിൽ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടോയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നതും അവർ കാണിച്ച വിഷ്വലുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിൻ്റെ വിഷ്വൽ കണ്ടിരുന്നോ? എന്തിലാണ് കണ്ടത്? ഞാൻ ഫോണിൽ കണ്ടു. അതെ, എന്താണ് ഈ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടോ? നാട്ടുകാർ അവര് കുടുംബം എല്ലാം ഉള്ളതല്ലായിരുന്നു. അല്ല, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്ന വീഡിയോ ആണോ കണ്ടത്? ഒരാൾ അയാളുടെ ലൈവ് ഇടുന്നാണോ കണ്ടത്? അതിനകത്ത് ഈ വിഷ്വൽ ഇല്ലല്ലോ. അയാളുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? പുള്ളിക്കാരൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നാട്ടുകാർ ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പുള്ളിക്കാരൻ പറയുന്നതിന് തെളിവ് വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല, അതേപ്പറ്റി അറിയില്ല. പക്ഷെ ഇങ്ങനെ ടോക്ക് കണ്ടത് മാത്രമേ ഇയാളുടെ ലൈവ് മാത്രമാണ് കണ്ടത്. ഈ പറയുന്ന പോലെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഇവിടെ എല്ലാ സ്ഥലത്തും ഇല്ലേ, അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് കരുതി നാട് മോശമെന്ന് പറയാൻ പറ്റും. അല്ല, നാട്ടിൽ വർഗീയത കൂടുതലുണ്ടോ എന്നാണ് ചോദ്യം. വർഗീയത എല്ലാ കാലത്തായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്കിടയിൽ പൊതുവെ അങ്ങനെ പ്രശ്നമില്ലാത്തൊരു സ്ഥലമാണ് ഈരാറ്റുപേട്ട, അല്ലേ? ഇപ്പൊ അങ്ങനെ ഉണ്ടാവാൻ എന്താണ് കാരണം? ലാഭമായിട്ട് നാട്ടിലുണ്ടാകുന്ന പോലെ ഇവിടെ കൂടുതൽ ഉണ്ടെന്നുള്ളത് മറ്റുള്ള ഉള്ള പോലെ ഉള്ളൂ ഇവിടെ. അല്ല, ഇത്ര ഉയർത്തി നാടിനെ മാധ്യമങ്ങളും മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു പ്രശ്നം എനിക്കറിയത്തില്ല. ഇവിടെ ഇല്ല. പിന്നെ പക്ഷെ പ്രചരണം കുറെ ആൾക്കാർ ഏറ്റവും അല്ലേ? അത്രേ ഉള്ളൂ. എൻ്റെ അറിവിലുള്ളൂ. അത്രേ ഉള്ളൂ. നല്ലൊരു സ്ഥലമാണ്.
ഇവിടെ ഈ വർഗീയതയുടെ യാതൊരു വർഗീയത ഉണ്ടാക്കുന്നൊരു വർഗീയത ഉണ്ടാക്കും. ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളൂ. ഈ പ്രചരണം നടത്തുന്നവരുടെ ലക്ഷ്യം എന്ത് തന്നെയായിരിക്കും? അവർക്കും ഇവിടുത്തെ ഈരാറ്റുപേട്ടയിലെ മൊത്തം മുസ്ലിംസിനെ വെറുതെ അങ്ങോട്ടോട്ട് അടുപ്പിക്കാനുള്ള പരിപാടി കാണിക്കുന്നത്. എല്ലാ മതസ്ഥരെയും തമ്മിലടിപ്പിക്കാനുള്ള പരിപാടിയാണ് മൊത്തം കാണിക്കുന്നത്. അല്ലാതെ ശരിക്കും ഈരാറ്റുപേട്ടക്കാരൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഈരാറ്റുപേട്ടക്കാരങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഇല്ല. ഇവിടുത്തെ പൊതു വ്യക്തികളുടെ ഈ സമൂഹത്തിന്റെ സ്വഭാവം എന്താണ്? ശരിക്കും മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമാണ്. പിന്നെ എല്ലാവരും ഒരുപോലെ എന്താ കുഴപ്പമിരിക്കുന്നത്? വന്നിട്ടൊന്നും കാണുന്നില്ല. എന്താ കുഴപ്പമിരിക്കുന്നത്? പക്ഷെ പുറത്തിരിക്കുന്നവരാണ് കൂടുതൽ അഭിപ്രായം പറയുന്നത്. പുറത്തിരിക്കുന്ന വല്ലയിടത്തുനിന്ന് വന്നിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വല്ലയിടത്തും വന്ന അവൻ ഒരു ഇന്നോവക്കാരെന്ന് തോന്നുന്നു. ആ നടക്കലിടിച്ച സംഭവം അതിനെ തുടർന്നാണ് ഇത് ഉണ്ടായത്. നടക്കലിടിച്ച സംഭവത്തില് നമ്മുടെ മൊലാളി ഉണ്ടായിരുന്ന തൊട്ടപ്പുറത്ത് ആ ആക്റ്റീവാക്കാരനല്ലോ ഇത്. അവൻ ആ പെണ്ണുമ്പളെ വന്ന് വണ്ടി ഇടിപ്പിച്ചു. അവരുടെ ജോയിന്റ് ആയിട്ട് വണ്ടി ഇടിച്ച് നിന്നതാണ്. അങ്ങനെയാണ് വന്ന് ബാക്കി വന്ന് ഇടിച്ചത്. അതെങ്ങനെ കാറുകാരന് കുഴപ്പം വന്നത്? ആ വണ്ടി ഓടിച്ച പെണ്ണിന്റെ കുഴപ്പമില്ലേ? പേടി ഉണ്ടെങ്കിൽ വണ്ടിയായിട്ട് ഇറങ്ങരുത് റോഡില്. വണ്ടി ഇത് ഈരാറ്റോടെ പറഞ്ഞാൽ ഒരുപാട് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പുണ്ട്. നല്ലപോലെ ഓടിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉള്ളത്. വെളിയിൽ നിന്ന് വരുന്നവർ നല്ല രീതിയിൽ വണ്ടി ഓടിക്കണം. വണ്ടി ജോയിന്റ് അടിച്ചാണ് വണ്ടി നിന്നേക്കുന്നത്. ആ കണ്ടു നിന്നവർ പറഞ്ഞ കേസിട്ടാ പറയുന്നത്. കുട്ടികൾ രണ്ടുപേരും ആയിക്കോട്ടെ, കുട്ടികൾ രണ്ടുമായിക്കോട്ടെ. കുട്ടികളുടെ വണ്ടി തട്ടിയോ? ഇല്ല. കുട്ടികളുടെ വണ്ടി തട്ടില്ലോ? അവരെ കൊണ്ട് അവർ ആ സൈഡിൽ വന്നാൽ അങ്ങോട്ട് കയറ്റി നിർത്തിയല്ലേ ഉള്ളൂ. ഇവർ വണ്ടി ഓടിക്കുന്ന ആനാണ് നിങ്ങളാണ് വണ്ടി ഓടിക്കുന്ന ശ്രദ്ധ നോക്കണം. ഇതുകൊണ്ട് അവൻ കൊണ്ട് ചവിട്ടി കുട്ടികൾ വന്നെന്ന് പറഞ്ഞാൽ അവൻ ആ പെണ്ണെ കൊണ്ട് വണ്ടി ഒന്ന് ചവിട്ടി നിർത്തി പറയുന്നുണ്ട് കയറിയതല്ലേ. ഇതിന് കുട്ടികളുടെ കുഴപ്പമാണോ? എനിക്ക് ആ കുട്ടീനെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇപ്പൊ വാർത്ത മൊത്തം മൊബൈലിൽ മൊത്തം ഫേസ്ബുക്ക് മൊത്തം കാണിക്കുന്നു. നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈരാറ്റുപേട്ട നല്ലൊരു സ്ഥലമാണ്. എല്ലാ നാട്ടിൽ നിന്നും ആള് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ പറയുന്നില്ല, പുറത്തുള്ളവർ വന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പറയുന്നവൻ പറഞ്ഞിട്ട് പോവുള്ളൂ. ഞങ്ങൾ എല്ലാ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളായ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ജീവിക്കുന്ന സ്ഥലമാണ്. ഇത് വർഗീയതവൽക്കരിക്കുന്നതിന് എന്നാ ചെയ്യാൻ പറ്റും? കുറേ ജനങ്ങൾ ഇതിനു വേണ്ടി ചുമ്മാ ഇങ്ങനെ നടക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു നാട്ടിലൊരു അരാജകത്വം ഉണ്ടാക്കുക, ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല നാട്ടിലും പലരും കാണും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഷയം ഇതൊന്നും ഇവിടെ ബാധിക്കില്ല. പുറത്തുള്ള പ്രശ്നം നമ്മളിപ്പോ എവിടുത്തുകാരനാച്ചൊക്കെ ഈരാറ്റുപേട്ട നിങ്ങളെല്ലാ സ്ഥലത്തുകാരനല്ലേ, അങ്ങനെ ഒരു തലത്തിലേക്ക് ഇത് വളർന്നിട്ടുണ്ട്. കാരണം ഒറ്റ ആഴ്ച കൊണ്ട് ഇത് വലിയ മോശപ്പെട്ട മീഡിയ കൊണ്ടും അതുപോലെയുള്ള എല്ലാ ചാനലുകളും ഇത് വലിയ ചർച്ചാ വിഷയമാക്കി എടുത്തിട്ടുണ്ട്. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. സാധാരണ ആക്സിഡന്റ് പോലെ കുഞ്ഞ് കേസല്ലേ ഉള്ളത്. ഇതിന് മാത്രം വലുതാക്കി ഇതൊരു കലാപഭൂമി ആക്കണോ? ഇതൊക്കെ ആവശ്യമുണ്ട്. അതാണ് ചിന്തിക്കേണ്ടത്. മനുഷ്യബന്ധങ്ങളല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ വർഗീയത കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതെ, സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. സ്വസ്ഥമായിട്ട് എല്ലാവരുമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ കാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈരാറ്റുപേട്ടയിൽ ഒന്നും നടക്കില്ല. എന്തേലും അധികാരികൾ വന്ന നോക്കി തന്നറിയോ? ഒരു കാര്യമില്ല. മാറാൻ പറ്റില്ല. ഈരാറ്റോടെ ഇങ്ങനെ തന്നെ പോകും. ഒരു മാറ്റമില്ല. അപ്പൊ കേരളത്തിൽ ബാക്കിയുള്ള നിയമങ്ങളും വാദമല്ലേ? ഇവിടെ വാദമല്ല. ഇവിടെ ആരും ബാധിക്കില്ല. ആര് ചെയ്യാനാ? ഇവിടെ എന്തെങ്കിലും കേസുമായിട്ട് സ്റ്റേഷൻ ചെല്ലുമ്പോഴേ പാർട്ടിക്കാർ ചെല്ലും. എല്ലാ പാർട്ടിക്കാരും ചെല്ലും. അന്നേരം ആളെ കൂളായിട്ട് ഇറക്കിക്കൊണ്ട് പോകും. പിന്നെ എന്താ നീതി നടപ്പാക്കാനല്ലേ പറയുന്നവർക്കും വളരെ മോശക്കാരായതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഈരാറ്റുപേട്ട അങ്ങനെ ഇല്ല. ഇവിടെ ഈ നാട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നം എല്ലാ മത്സരവും ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു ആണല്ലേ. സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്നു. പറയുന്നവർ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്നു. ഈരാറ്റുപേട്ടയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ മോശം കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട് ഒരു വർഗീയതയുടെ കേന്ദ്രമാണെന്നൊക്കെ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണോ? അങ്ങനെയൊന്നും അല്ല. എല്ലാവിധ സഹകരണങ്ങളും പിന്നെ ഞാൻ എല്ലാ മതസ്ഥരുമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെന്താണ് ഇങ്ങനെ ഇത്രയേറെ മോശം പ്രകടനം വരുന്നത്? അതിങ്ങനെ ഓരോരുത്തർ പറയുന്നത്. അത് നേരിട്ട് ഓരോരുത്തർ ഇടപെടുമ്പോഴേ അതിനെപ്പറ്റി മനസ്സിലാക്കുള്ളൂ. അപ്പൊ ഈരാറ്റുപേട്ട അറിയാത്തവരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതെ, ഇവിടുത്തെ വികാരിയച്ഛനോട് ചോദിച്ചാൽ അതറിയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പിന്നെ ഹിന്ദുക്കളോട് ചോദിച്ചാൽ ഹിന്ദുക്കളോട് അറിയാം. എല്ലാവരും ഒത്തൊരുമിച്ചാ പോകുന്നത്. മുസ്ലിങ്ങള് എല്ലാവരും ഒന്നിച്ചാണ് ഒത്തൊരുമിച്ചാ പോകുന്നത്. അതിനകത്ത് ഈ കുത്തിത്തിരിപ്പിന്റെ ഒന്നുമില്ല, ആവശ്യമില്ല. ശരിക്കും ഒരു നല്ല നാടാണ്. എല്ലാവർക്കും സഹായങ്ങളും ചെയ്യും, എല്ലാം ചെയ്യും. മതവും ഇതും കാര്യങ്ങളും ഒന്നും നോക്കുകയല്ല. ഞങ്ങൾ കേൾക്കാറുണ്ട്. അത് അറിയാൻ പറ്റാത്ത ആൾക്കാർ കുറെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് യാതൊരു കാര്യമില്ല. ഇവിടെ വർഗീയത ഇങ്ങനെ പ്രശ്നം. ഇവിടെ വർഗീയത ആകെ ഉണ്ടാക്കുന്ന
ഇവിടെ ഒരു നേരത്തെ ഒരു MLA ഉണ്ടായിരുന്നു. ആ പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങി ആ വർഗീയത അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല, അവിടെ ഇവിടുത്തെ ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നമില്ല. മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികളായിട്ടും അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടൊന്നും ഈരാറ്റുപേട്ടയിൽ ഇവിടെ പ്രശ്നമല്ല. ഈ പറഞ്ഞുണ്ടാക്കുന്ന മാത്രമല്ല, അല്ല വേറെ ഒന്നുമില്ല. അത് ഞാൻ മുസ്ലിമാണ്. ഞാൻ ഈ പള്ളിയുടെ വാതിക്കലാണ് ഇവിടെ ഒന്ന് കിടക്കുന്നത്. ക്രിസ്ത്യൻ പള്ളിയാണ്. ഇവിടെ വർഗീയത ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് കിടക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എനിക്ക് വർഗീയത ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് കിടക്കുമോ? അതെ 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 അതെ. ഈ മുൻ MLA ആണ് ഇതിൻ്റെയൊക്കെ. അയാൾ മാത്രം അല്ല, വേറെ ആരുമില്ല. ഈരാറ്റുപേട്ടയിൽ നാളെ മുതൽ പുതിയ ട്രാഫിക് പരിഷ്കാരം വരുവാണെന്ന് കേട്ടു. അതെ, അതിനെല്ലാം വലിയ പിഴയൊക്കെ ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയുണ്ടാവും? പൊതുവെ നല്ലതാണ്, നല്ലൊരു കാര്യമാണ് ഈ ട്രാഫിക് പരിഷ്കാരം വരുന്നത്. കാരണം ഈ ബ്ലോക്ക് ഒഴിവാക്കി കിട്ടും, ബസ്സിൽ നടക്കുന്ന ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് നടന്നു പോകാൻ പറ്റും, കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. ഇതെല്ലാം നല്ലൊരു കാര്യമാണ്. പക്ഷേ നിലവിൽ എങ്ങനെയുണ്ട്? നിലവിലിപ്പോൾ പൊതുവെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടും കടക്കാൻ പറ്റില്ല, യാത്രക്കാർക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ആൾക്കാർ പിന്നെ ഹെൽമെറ്റ് വെക്കാറില്ലെന്ന് പറഞ്ഞാണ് ബൈക്ക് 2 വീലേഴ്സ് യാത്രക്കാരൊക്കെ. ഇവിടെ ലൈസൻസും ഇല്ല, ബുക്കും പേപ്പറും ഇല്ല. ഒരു 1000 വണ്ടി ഉണ്ടെങ്കിൽ ഒരു 800 വണ്ടിക്കും ബുക്ക് പേപ്പർ കാണില്ല. ലൈസൻസും കാണില്ല, ഒന്നും കാണില്ല. അത് ആർക്കും പോലീസുകാർക്കും കണ്ടുപിടിക്കില്ല, സാധാരണക്കാരും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. നമ്മളെവിടെ നിന്ന് പോവാമോ അപ്പം പിടുത്തം വരും. ഓട്ടോറിക്ഷക്കാരൻ്റെ എപ്പോഴും പിടുത്തോ. നമ്മൾ എങ്ങനെ പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്, പക്ഷേ അവർ സമ്മതിക്കില്ല. കേരളം മുഴുവൻ ഏറ്റവും വലിയ പോലീസ് ഓഫീസറുള്ള ഹെൽമെറ്റ് എടുത്തോ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഈരാറ്റുപേട്ട മൊത്തം മാറിയിരിക്കുകയാണ്. നിത്യവ്യവസായങ്ങൾ കൊള്ള വിലയ്ക്ക് വിളിക്കുന്നു. ഒരു ചായക്ക് പോലും 15 രൂപ വെച്ച് മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കടയിൽ കയറാൻ പറ്റത്തില്ല. നമുക്ക് ഈ വെള്ളം കുടിച്ച് ജീവിക്കാനാ പറ്റുന്നേ ഉള്ളൂ. അതാ അവസ്ഥ. ഏറ്റവും വലിയൊരു സാമ്പത്തിക ഞെരുക്കം ഈ ഈരാറ്റുപേട്ട ബാധിച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് വർഗീയത തളിച്ചോളൂ. വർഗീയതയുടെ ഭാഗം നമ്മൾ അത്രയും സൂചിക്കാൻ പറ്റുന്നില്ല. വർഗീയത എന്ന് പറയുന്നത് ചിലർ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലാതെയുള്ള പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യക്ഷ വർഗീയത ഒന്നും ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ വിവിധ മതസ്ഥരോട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്കിടെ ഇത്തരം പ്രശ്നങ്ങളൊന്നും എല്ലാ മതസ്ഥരും ഉണ്ടല്ലോ, എല്ലാ ജാതി മതസ്ഥരും ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അത്യാവശ്യം വരുന്നത് ഇപ്പൊ നിത്യവ്യവ സാധനങ്ങൾ നിത്യേന വില കൂട്ടിക്കൊണ്ടിരിക്കും. അതല്ലാതെ ഒരു പ്രശ്നവും അതല്ലാതെ ആരും ചോദിക്കുന്നില്ല. ജീവിത പ്രശ്നമല്ല, വർഗീയ പ്രശ്നം ഇല്ല. അല്ല, ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു നിത്യ തൊഴിലാളിക്ക്, ഒരു കൂലിപ്പണിക്കാരന് അവന് കിട്ടുന്ന ശമ്പളം ഒരു പോയിക്ക് തികയത്തില്ല. ഇതാണ് ശരിക്കും ഈരാറ്റുപേട്ട ഏറ്റവും വലിയൊരു പ്രശ്നം. ഈരാറ്റുപേട്ട നല്ല സ്ഥലമാണ്. ഇവിടെ പക്ഷെ ഭയങ്കര വർഗീയത കേന്ദ്രമാണോ ചിലർ പറയുന്നത്? ഇവിടെ വർഗീയത ഇല്ല. ഇന്ന ഒരു കലാപം ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. ഇവിടെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നിച്ച് ഞങ്ങൾക്ക് സ്ഥലമാണ്. എന്നിട്ട് ഇവിടെ ഒരു വർഗീയത ഇല്ല. ഇതുവരെ വർഗീയ കലാപം രേഖപ്പെടുത്താത്ത സ്ഥലമാണ് അല്ലേ? പക്ഷെ എന്നിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രചരണമാണ്. അറിയത്തില്ല, ഈരാറ്റുപേട്ടയിൽ വർഗീയത ഇല്ല. ഈരാറ്റുപേട്ട അത് പറയരുത്. ഇല്ല, ഈരാറ്റുപേട്ടയിൽ വർഗീയത ഇല്ല. മനുഷ്യരാണ് ജീവിക്കുന്നത്. തർക്കങ്ങളൊന്നും മതത്തിന്റെ പേരിലില്ല. ഈരാറ്റുപേട്ടയ്ക്ക് പെട്ടെന്ന് ഒരു പേര് വന്നു, ദുഷ്പേര് വന്നു. ഇത് വർഗീയതയുടെ കേന്ദ്രമാണ്, നാട്ടുകാർ മൊത്തം പ്രശ്നക്കാരാണെന്നൊക്കെ. ഇത് വണ്ടി ആക്സിഡന്റ് വന്നതാണ്. പക്ഷേ ഈരാറ്റുപേട്ട വലിയ കുഴപ്പമൊന്നുമില്ല. ഈരാറ്റുപേട്ട അങ്ങനെ ചിന്തിക്കുന്ന സ്ഥലമാണോ? ചിന്തിക്കുന്ന സ്ഥലമൊന്നുമല്ല. എല്ലാ 4 മതസ്ഥരായിട്ടും ഒരുമിച്ച് സ്നേഹത്തോടെ പോകുന്നിട്ട് സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇപ്പം ഈരാറ്റുപേട്ടയിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്തവർ പോലും ഈരാറ്റുപേട്ടയിലെ വർഗീയതയെക്കുറിച്ച് വലിയ essays ഒക്കെ എഴുതി വിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഭയങ്കര ഇതാണ്. പക്ഷേ നമ്മുടെ നാടിന് അഥവാ നിങ്ങളിവിടെ താമസിക്കുന്ന ഈ നാട്ടുകാർക്ക് പുറത്തൊരു ചീത്തപ്പേരാണത്. കാരണം അപ്പോൾ നിങ്ങളിനി പുറത്തവിടെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും? ഒരു വർഗീയതയുടെ കേന്ദ്രത്തിലെ ആൾക്കാരെന്നായിരിക്കും. അതിനെ നിങ്ങളല്ലേ പ്രതിരോധിക്കേണ്ട അല്ലേ? ഇവിടെ ഇല്ല എങ്കിൽ, ഉണ്ടെങ്കിൽ പറയണം, ഇല്ല എങ്കിൽ. പക്ഷേ ഈരാറ്റുപേട്ട അങ്ങനത്തെ സ്ഥലമല്ല. അവിടെ എല്ലാവരുമായിട്ട് നല്ല ലോകത്തിലാവുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു പ്രചരണത്തിന് അടിസ്ഥാനമൊന്നുമില്ല. ഇല്ല, നമ്മളുടെ സ്വന്തം അനുഭവത്തിലില്ല. ഈരാറ്റുപേട്ടയിൽ ജനിച്ചാൽ ഈരാറ്റുപേട്ടയിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഇതാണ് ഈരാറ്റുപേട്ടയുടെ യഥാർത്ഥ ചിത്രം. ബാക്കി പറയുന്നവർ പറയട്ടെ. ഭാവിയിലും ഈ നാട് സ്വസ്ഥമായി ഇങ്ങനെ തന്നെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.